ഇഡിക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. എസ് മൊയ്തീൻ്റെയും ഭാര്യയുടെയും മകളുടെയും നിക്ഷേപം മരവിപ്പിച്ചത് ഹൈക്കോടതി റദ്ദാക്കി. മരവിപ്പിക്കൽ നടപടി ക്രമവിരുദ്ധമായതിനാൽ അസാധുവാണെന്ന് കോടതി ഉത്തരവ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് കോടതി പറഞ്ഞത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി? അതായത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷണത്തിന്റെ പേരിലായിരുന്നു CPM നേതാവ് MLA AC മൊയ്തീന്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയത്. അത് 150 ദിവസം മുമ്പാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. പക്ഷേ സാധാരണ നിലയിൽ നിയമപ്രകാരം 150 ദിവസം പിന്നിടുമ്പോൾ ആ മരവിപ്പിക്കൽ നടപടി റദ്ദായി പുതിയത് വീണ്ടും മരവിപ്പിക്കണം. അതേ നടപടിക്രമങ്ങൾ വീണ്ടും ആവർത്തിക്കണം. പക്ഷെ അങ്ങനെ രണ്ടാമത് ചെയ്യുമ്പോൾ ഈ കക്ഷികളുടെ നിക്ഷേപകരുടെ ഭാഗം കേൾക്കണം എന്ന നിയമത്തിലുണ്ട്. പക്ഷെ ED ചെയ്തത് 150 ദിവസം പിന്നിട്ടു വീണ്ടും അതേ സ്വത്തുക്കൾ, അതേ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവിറക്കി. അതിനെതിരെ AC മൊയ്തീന്റെ ഭാര്യ ഉസൈമ ബീവിയും മകൾ ഷീബയും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തങ്ങളുടെ ഭാഗം കേൾക്കുകയോ തങ്ങൾക്ക് പറയാനുള്ളത് പരിഗണിക്കുകയോ ചെയ്യാതെയാണ് ഈ മരവിപ്പിച്ച നടപടി 150 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മരവിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ മരവിപ്പിക്കൽ നീട്ടിയ നടപടി നിയമപരമല്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. അത് പരിശോധിച്ച കോടതി ഈ നടപടി റദ്ദാക്കുകയാണ് ഉണ്ടായത്. അതായത് കാലാവധി നീട്ടുമ്പോൾ കക്ഷികളെ കേൾക്കണം എന്നുള്ളത് പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയും കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മരവിപ്പിച്ച നടപടി റദ്ദാക്കിയിരിക്കുകയാണ്. തീർച്ചയായും. അതായത് ഇതിൽ സമഗ്രമായി പറയേണ്ടത് നമുക്ക് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ, കാരണം നമുക്കറിയാം EDയുടെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തികൾ അത് നിരവധി ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ക്രമരാഹിത്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാവുകയും കോടതിയുടെ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, EDയെ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ, മോദി സർക്കാർ ആയുധമാക്കുന്നു എന്ന വലിയ രാഷ്ട്രീയ പരിഭവം, പരാതി ഇവിടെ ഉയരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടി. അതിനത്തരം മാനങ്ങളില്ലേ ഈ ഉത്തരവിന് കോടതിക്ക് പുറത്തേക്ക് വന്നാൽ? സാലിം മുഹമ്മദ്. തീർച്ചയായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരം കേസുകളിലെല്ലാം ചെയ്യുന്ന നടപടികൾ പലതും ക്രമവിരുദ്ധവും നിയമപരമല്ലാത്തതുമാണ് എന്ന ആക്ഷേപം പല കോണുകളിൽ ഉയർന്നിട്ടുണ്ട്. അത് പലപ്പോഴും കോടതികൾ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി അടക്കം പലതും റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിലൊറ്റ ഒടുവിലത്തേതാണ് ഇപ്പോഴത്തെ സംഭവം എന്ന് പറയാം. കാരണം കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-ന് AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. തുടർന്ന് ഭാര്യ ഉസൈമ ബീവിയുടെയും മകൾ ഷീബയുടെയും പേരിലുള്ള ബാങ്കിലെ നിക്ഷേപങ്ങൾ, അതായത് 5 സ്ഥിര നിക്ഷേപങ്ങളാണ് ഭാര്യയുടെ പേരിലുണ്ടായിരുന്നത്, 11 സ്ഥിര നിക്ഷേപം മകളുടെ പേരിൽ, അങ്ങനെ 31 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് ആകെ ഉണ്ടായിരുന്നത്. അത് മരവിപ്പിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തു. അത് നിയമപരമല്ല എന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നിരുന്നു. കാരണം ഈ കരുവന്നൂർ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് AC മൊയ്തീനെ നേരിട്ട് ബന്ധപ്പെടുത്താൻ തക്ക തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. ഇനി AC മൊയ്തീന്റെ ബന്ധപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള നിക്ഷേപങ്ങൾ വരെ കണ്ടുകെട്ടുന്ന ഒരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു. അന്ന് തന്നെ നിയമപരമല്ല, അക്കാര്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. അത് അങ്ങനെ പോയി. പക്ഷെ 150 ദിവസം പിന്നിടുമ്പോൾ അത് വീണ്ടും മരവിപ്പിക്കൽ നീട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ കക്ഷികളുടെ, നിക്ഷേപകരുടെ ഭാഗം കേൾക്കുക എന്ന നിയമപരമായ ബാധ്യത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടായിരുന്നു. ഈ ഭാര്യ ഉസൈമ ബീവിയുടെയും മകൾ ഷീബയുടെയും വാദം കേൾക്കാതെയോ അവരിൽ നിന്ന് അവർക്ക് പറയാനുള്ളത് പരിഗണിക്കാതെയോ വീണ്ടും മരവിപ്പിക്കൽ നീട്ടുന്ന ഒരു നടപടിയിലേക്കാണ് ED കടന്നത്. അങ്ങനെ സാങ്കേതികമായും നിയമപരമായും EDയുടെ ഭാഗത്ത് പല പെസകുകൾ വന്നു. ആ പെസകിലാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത്. തീർച്ചയായും. അതായത് ഈ 150 ദിവസം കഴിഞ്ഞ്, സ്വാഭാവികമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി 150 ദിവസം കഴിഞ്ഞും പിന്നീട് അസ്വാഭാവികത അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് വീണ്ടും നീട്ടണം അതിൻ്റെ കാലാവധി എന്ന്, അതും നിക്ഷേപകർക്ക് കേൾക്കാനുള്ള വാദങ്ങൾ കേൾക്കാതെ. ഇതാണ് അതിലെ ക്രമരാഹിത്യമായി കോടതി എടുത്തു കാണിക്കുന്നത്. വളരെ ഗൗരവമുള്ളതാണ്. ഇതിൽ EDക്ക് മടിയിൽ കനമുണ്ട് എന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളാണത് ഒരു പക്ഷേ, അല്ലേ സാലി? അതായത് ഈ കക്ഷികളുടെ, ഈ രണ്ടുപേരുടെയും, AC മൊയ്തീൻ MLAയുടെ ഭാര്യയുടെയും മകളുടെയും സ്വത്തിനെ ഇതുമായി ലിങ്ക് ചെയ്യാൻ, കരുവന്നൂർ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ആ ശ്രമം നിയമപരമല്ല എന്നുള്ള കാര്യം മുമ്പ് തന്നെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഘട്ടത്തിന്റെ അന്വേഷണത്തിനിടെയല്ല, ഇത് മുൻകൂട്ടി തന്നെ ഒരു പദ്ധതി തയ്യാറാക്കി CPM നേതാവിന്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള സ്വത്തുകൾ കണ്ടുകെട്ടുക എന്നൊരു നടപടിയിലേക്ക് ED പോവുകേണ്ടത്. ഏതെങ്കിലും അന്വേഷണത്തിൽ
AC മൊയ്തീന്റെ പങ്ക് നേരിട്ട് വ്യക്തമായ അടിസ്ഥാനത്തിൽ നടത്തിയ നടപടിക്രമമൊന്നുമല്ല. ഇപ്പോഴും അതിൽ അന്വേഷണം ഒരിടത്ത് തീർച്ചയായിട്ടും